G20 ഉച്ചകോടിക്ക് മുന്നോടിയായി 777 കോടി രൂപ മുതൽ മുടക്കിൽ ഡൽഹിയിൽ പണി കഴിപ്പിച്ചതായിരുന്നു പ്രഗതി മൈതാൻ തുരങ്കവും അടിപ്പാതകളും. മധ്യ, തെക്ക് കിഴക്കൻ, ന്യൂഡൽഹി എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കാൻ വേണ്ടി നിർമ്മിച്ചതായിരുന്നു ഈ തുരങ്കം. ഡൽഹിയിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു സമ്മാനമാണ് പദ്ധതിയെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ തുരങ്കം നിർമ്മിച്ചതിൽ പിഴവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഡൽഹി പൊതുമരാമത്ത് വകുപ്പ്. ഗുരുതരമായ സാങ്കേതിക പോരായ്മകളും രൂപകൽപ്പനാ പിഴവുകളും ചൂണ്ടിക്കാണിച്ചാണ് പ്രഗതി മൈതാൻ തുരങ്കത്തിന്റെ നിർമ്മാണ കമ്പനിയായ ലാർസൻ ആൻഡ് ടൂബ്രോയ്ക്കും അതിന്റെ ഉടമസ്ഥർക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിലുള്ള അടിപ്പാതകളും തുരങ്കവും പലതരത്തിലുള്ള ആഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നും ഫെബ്രുവരി 3 പുറപ്പെടുവിച്ച PWDയുടെ അറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ വർഷം ഡൽഹിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് കാരണം ടണൽ ഒന്നിലധികം തവണ അടച്ചിട്ടിരുന്നു. അതിനാൽ പ്രധാന പ്രശ്നമായി കണക്കാക്കുന്നത് ടണലിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം അടിഞ്ഞുകൂടുന്നതാണ്. പ്രഗതി മൈതാൻ തുരങ്കത്തിലെ ഈ ചോർച്ചാ പ്രശ്നം നിർമ്മാണ സമയത്തെ ശരിയായ വാട്ടർ പ്രൂഫിംഗ് നടപടികളുടെ അഭാവമാണ് ഉയർത്തിക്കാട്ടുന്നത്. 1 കിലോമീറ്ററിലേറെയുള്ള ഈ ടണലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനു പുറമെ സോഴ്സർ ഡ്രെയിനേജുകളുടെ അഭാവവും വീഴ്ചകൾക്ക് അടിവരയിടുന്നു. ഇപ്പോഴത്തെ തുരങ്കത്തിന്റെ അവസ്ഥയിൽ മണ്ണിന്റെയും പാറയുടെയും ഗുണം പരിശോധിക്കാൻ ആഴത്തിലുള്ള ജിയോ ടെക്നിക്കൽ പരിശോധന ആവശ്യമാണെന്നാണ് അർബൻ പ്ലാനിംഗ് വിദഗ്ധൻ അർച്ചിത് പ്രതാപ് സിംഗ് പറയുന്നത്. തുരങ്കം തുറന്ന് 2 വർഷത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ട വിള്ളലുകളാണ് പ്രത്യേക ആശങ്കയുണ്ടാക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺക്രീറ്റും TMT ബാറുകളും കൊണ്ട് നിർമ്മിച്ച ഏത് ഘടനയ്ക്കും, അത് ഉയർന്ന മേൽപ്പാലമോ അടിപ്പാതയോ ആകട്ടെ, തുടർച്ചയായി വെള്ളം ഒഴുകുന്നത് വിനാശകരമായ അപകടമുണ്ടാക്കും. ഘടനാപരമായുള്ള കാര്യങ്ങൾ, മോശം നിർമ്മാണ രീതികൾ, അമിതഭാരം, അറ്റകുറ്റപ്പണികളുടെ അഭാവം തുടങ്ങിയവയെല്ലാം പരിശോധിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ഭൂമിശാസ്ത്ര വിദഗ്ധർ ഉൾപ്പെടുന്ന ഒരു ഗവേഷണ സംഘത്തെ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ പരിശോധന നടത്തുക. തുടർച്ചയായ വെള്ളക്കെട്ട് കാരണം മഴക്കാലത്ത് അടച്ചിട്ടിരിക്കുകയാണെങ്കിലും അടിപ്പാതയിൽ നീരൊഴുക്ക് അനുഭവപ്പെടുന്നത് തുടരുന്നുണ്ടായിരുന്നു. പദ്ധതിയുടെ മുഴുവൻ രൂപകൽപ്പനയും നടത്തിപ്പും L&Tയുടെ നിയന്ത്രണത്തിലാണെന്നും ഒരു സർക്കാർ ഏജൻസിക്കും ഇതിൽ പങ്കില്ലെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ പണി കഴിപ്പിച്ചതാണ് പ്രഗതി മൈതാൻ തുരങ്കം. 1.3 കിലോമീറ്റർ നീളമുള്ള തുരങ്കവും 5 അണ്ടർപാസുകളും 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന ദിവസം തന്നെ മോദി റോഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് കുപ്പി ടണലിൽ നിന്ന് പെറുക്കി മാറ്റുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ടണലിന്റെ ചുമരുകളിലാകട്ടെ ഓരോ സംസ്ഥാനങ്ങളുടെ സംസ്കാരവും വൈവിധ്യവും ചിത്രങ്ങളിലൂടെ പകർത്തിയിരിക്കുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രവും വള്ളംകളിയുമെല്ലാം ഡൽഹി പ്രഗതി മൈതാനിലെ കേരളത്തിന്റെ കാഴ്ചകളാണ്. ടണലിലൂടെ വാഹനത്തിൽ പോകുന്നവർക്കല്ലാതെ മറ്റുള്ളവർക്കും കാഴ്ചകൾ ആസ്വദിക്കുന്നതിന് ആഴ്ചയിൽ 1 ദിവസം വാഹന ഗതാഗതം ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെയായിരുന്നു ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും ടണലിലൂടെ വാഹന ഗതാഗതം നിരോധിച്ചു. പകരം ആളുകൾക്ക് നടന്ന് കാഴ്ചകൾ ആസ്വദിക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ തുരങ്കത്തിൽ വെള്ളം കയറുന്നതും സിമന്റിന്റെ വലിയ വിള്ളലുകളും മോശം ഡ്രെയിനേജുകളും വന്നതോടെ നിർമ്മാണ കമ്പനിയായ ലാൻസൻ ആൻഡ് ടൂബ്രോയ്ക്ക് നോട്ടീസ് നൽകിയതിനു പുറമെ കമ്പനിയോട് 500 കോടി രൂപ ആവശ്യപ്പെടുകയും തുരങ്കത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാൻ ഡൽഹി സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്.